വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമായിട്ടാണ് ഇന്ന് എൻ്റെ വീഡിയോ. നിങ്ങളോടൊരാൾ പേര് ചോദിക്കുന്നു. എൻ്റെ പേര് കൃഷ്ണൻകുട്ടി, എൻ്റെ പേര് രാജൻ. അല്ലാതെ നമ്മളാരും ഞാൻ കെ കൃഷ്ണൻകുട്ടിയാണ്, ഞാൻ ടി രാജനാണ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പോൾ എന്നോട് ചോദിച്ചാൽ വിജയൻ, ഞാൻ ടി വിജയകുമാറാണെന്നൊന്നും ഞാൻ പറയാറില്ല. പേരെന്താ? വിജയൻ. പക്ഷേ നമ്മുടെ റെക്കോർഡുകളിൽ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? നമുക്കൊരു ഇനീഷ്യലുണ്ട്. അത് കെ കൃഷ്ണൻകുട്ടിയാണെങ്കിൽ കെ കൃഷ്ണൻകുട്ടി, ടി വിജയനാണെങ്കിൽ ടി വിജയകുമാർ, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു വലിയ ദുര്യോഗം ഇപ്പോൾ സംഭവിക്കുന്നത്, നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റുകളിൽ വ്യക്തമായിട്ട് ഈ ഇനീഷ്യൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കൃഷ്ണൻകുട്ടി കെ. പക്ഷേ പിന്നീട് നമ്മൾ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ നമുക്കുണ്ട്. റേഷൻ കാർഡുണ്ട്, ആധാർ കാർഡുണ്ട്, പാസ്പോർട്ടുണ്ട്, വോട്ടർ കാർഡുണ്ട്, പാൻ കാർഡുണ്ട്, ബാങ്ക് അക്കൗണ്ട് ബുക്ക് എടുക്കുന്നുണ്ട്, വീട്ടുടമ അവരുടെ ആധാരത്തിൽ നമ്മുടെ പേരുണ്ട്, ഭൂമി നീതി എടുക്കുക, അങ്ങനെയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് അടക്കമുള്ള സകലത്തിലും നമ്മുടെ പേരുണ്ട്. ഈ പേര് നിങ്ങളൊന്ന് ആത്മാർത്ഥമായി വീട്ടിൽ പോയി സ്കൂൾ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ പേരിനൊപ്പമുള്ള ഇനീഷ്യൽ ഈ പറയുന്ന രേഖകളിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. ഞാൻ പറയുന്നു പലർക്കും ഇല്ല. പലർക്കും ഇല്ലെന്ന് മാത്രമല്ല, നമ്മളെനിക്ക് അതുകൊണ്ട് ഇപ്പോൾ എന്താ, ഇപ്പോൾ നമ്മുടെ ആധാർ കാർഡിന് അപേക്ഷ കൊടുത്തു, ആധാർ കാർഡിൽ ടി വിജയൻ എന്നുള്ളതിന് വെറും വിജയൻ എന്ന് വന്നു, കെ കൃഷ്ണൻകുട്ടി എന്നതിൽ വെറും കൃഷ്ണൻകുട്ടി എന്ന് വന്നു. നമ്മളെ കെയർ ചെയ്ത് റേഷൻ കാർഡിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ അസ്തിത്വം നമ്മൾ എന്തിനാണ് നഷ്ടപ്പെടുത്തണം? നമ്മുടെ ഇനീഷ്യലല്ലേ നമ്മുടെ പേര്. ഒരു നിയമപരമായി പറയുമ്പോൾ ഒരു പേരിനൊപ്പമുള്ള ഇനീഷ്യൽ കൂടി ചേരുമ്പോഴേ അദ്ദേഹത്തിൻ്റെ പേര് പൂർണ്ണമാകുന്നുള്ളൂ. കൃഷ്ണൻകുട്ടി ആയിരങ്ങളുണ്ട്. ആ കൃഷ്ണൻകുട്ടി കെ എന്ന് പറയുമ്പോഴാണ് കെ കൃഷ്ണൻകുട്ടി ആവുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ആധാർ കാർഡിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഇനീഷ്യൽ ചേർക്കുന്നില്ല? റേഷൻ കാർഡ് അടക്കമുള്ള മറ്റ് രേഖകളിൽ എന്തുകൊണ്ട് ഇനീഷ്യൽ ചേർക്കും? ഇതൊരു വലിയ തെറ്റല്ലേ? ഇതെന്തുകൊണ്ട് നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല? ഞാൻ ഇവിടുത്തെ അക്ഷയ കേന്ദ്രക്കാരോട് എപ്പോഴും ഇതിനിടയ്ക്ക് തർക്കിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു കുട്ടിക്ക് 5 വയസ്സ് വരെ ഒരു ബാലാധാർ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ജനിച്ച വഴിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും രേഖകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, ഒറിജിനൽ ആധാരമല്ല, മറ്റൊരു കളറിലൊരു ബാലാധാറുണ്ട്. ഈ ബാലാധാറിൽ നമുക്ക് കാര്യമായിട്ട് ഇപ്പോൾ അങ്ങനെ ഇനീഷ്യൽ വേണമെങ്കിൽ കൊടുക്കാം. അച്ഛൻ്റെ പേര് ആരെ ഇനീഷ്യൽ കൊടുക്കാൻ പറ്റുമല്ലോ, കൊടുക്കാം. അപ്പോൾ പലരും കുട്ടിയുടെ പേര് വന്നു. 5 വയസ്സിൽ ഈ കുട്ടിക്ക് ആധാർ ഉണ്ടാക്കുമ്പോൾ ആ ആധാർ ഉണ്ടാക്കുന്ന സമയത്ത് എന്താണോ ആ കുട്ടിക്ക് പേരിട്ടിരിക്കുന്നത് അതിൻ്റെ കൃത്യമായ പേരിനൊപ്പം അതിൻ്റെ ഇനീഷ്യൽ കൂടി ചേർക്കണ്ടേ? പക്ഷെ എന്തുകൊണ്ട് ഈ കുട്ടിയുടെ ആധാർ കാർഡിൽ ഇനീഷ്യൽ ഇല്ലാതെ പേര് മാത്രം വരുന്നു? നമ്മളത് കഴിഞ്ഞ് റേഷൻ കാർഡിൽ പേര് ചേർക്കാൻ കൊടുത്തു, കൃഷ്ണൻകുട്ടി മാത്രം എന്തുകൊണ്ട് കെ കൃഷ്ണൻകുട്ടി എന്ന് വരുന്നില്ല? നമ്മുടെ പേര് അതാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സംസാര ഭാഷയിൽ നമ്മുടെ പേരുകൾ ഇനീഷ്യൽ ഇല്ലാതെ നമുക്ക് പറയാം. പക്ഷേ റെക്കോർഡിലേക്ക് പോകുമ്പോൾ, ഗവൺമെൻറ് രേഖകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ പേരിനൊപ്പം ആ ഇനീഷ്യൽ കൂടി ചേരുമ്പോഴേ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള പേരാവുന്നുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ ഇന്ന് തന്നെ അത് ശ്രദ്ധിക്കണം. പലപ്പോഴും പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില പ്രധാനപ്പെട്ട ഗവൺമെൻറ് നടപടികൾക്ക് വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോഴൊക്കെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലെ പേര് കൃഷ്ണൻകുട്ടി കെ എന്നാണെന്നും ആധാർ കാർഡിൽ നിങ്ങൾ വെറും കൃഷ്ണൻകുട്ടി കെ എന്ന് ചേർത്ത് വരൂ എന്ന് പറയുന്ന അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. ചില രേഖകൾക്ക് 1 and same വില്ലേജ് ഓഫീസിൽ നിന്ന് രണ്ടും ഒരാളാണ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് മതി. എല്ലാത്തിനും അത് സാധ്യമല്ല. പല പാസ്പോർട്ട് പോലുള്ള പ്രധാന രേഖകൾക്കൊക്കെ ഇനീഷ്യൽ ആധാർ കാർഡിൽ നിർബന്ധമാണ്. നമ്മുടെ റേഷൻ കാർഡിൽ ഇനീഷ്യൽ നിർബന്ധമാണ്. ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ സ്വീകരിക്കുന്നുണ്ട്. പലയിടത്തും ഈ വിഷയം വന്നിട്ടുണ്ട്. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ പേരും ചേർത്തിട്ടാണ് റേഷൻ കാർഡ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ രാധ എന്നാണെങ്കിൽ രാധ കൃഷ്ണൻകുട്ടി എന്നാണ് ചേർത്തിരിക്കുന്നത്. അവരുടെ ഒറിജിനൽ പേര് രാധ വേറൊരു ഇനീഷ്യലായിരിക്കും, രാധ പി എന്നായിരിക്കാം. അവരുടെ ഭർത്താവിൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്ന് ചേർത്ത് അവർ സ്കൂൾ സർട്ടിഫിക്കറ്റിലില്ല, ആധാർ കാർഡിലില്ല. പക്ഷേ റേഷൻ കാർഡിൽ അവർ രാധാ കൃഷ്ണൻകുട്ടിയാണ്. അപ്പോൾ അവർ ചോദിച്ചു, രാധാ കൃഷ്ണൻകുട്ടി എന്ന് മറ്റ് രേഖകളിലില്ലല്ലോ, നിങ്ങൾ രാധ എന്ന് മാത്രം പോയി. ഈ രാധാകൃഷ്ണൻകുട്ടി പറയാം, എവിടെ നമുക്ക് സംഭാഷണത്തിൽ പറയാം. ഒരു ഇലക്ഷൻ മത്സരിക്കുമ്പോൾ നമ്മുടെ പേരായി നമുക്കത് ഉപയോഗിക്കാം. പക്ഷേ റെക്കോർഡിൽ നമ്മുടെ പേരെന്താണ്, സർട്ടിഫിക്കറ്റിൽ എന്താണോ പേര് രാധാ കെ എന്നാണെങ്കിൽ രാധാ കെ തന്നെ ഇനീഷ്യലും വരാൻ പാടുള്ളൂ. ആ പേര് തന്നെ മറ്റെല്ലാ രേഖകളിലും വരാൻ പാടുള്ളൂ. ഇതും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ അക്ഷയ കേന്ദ്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ആര് ചേർക്കാം. അവർക്ക് പെട്ടെന്നൊരു ആധാർ കാർഡ് ഉണ്ടാക്കുമ്പോൾ അവർക്ക് അവരുടെ പേര് മാത്രമല്ല നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത്, അവരുടെ ഇനീഷ്യൽ ചേർക്കാനുള്ള രേഖകൾ കൂടി വാങ്ങി ഇനീഷ്യൽ ചേർത്ത് കൊടുക്കണം അവരോട് ഞാൻ പറഞ്ഞു. ഇതൊരിക്കലും ഇനീഷ്യൽ ചേർക്കാതെ കൊടുത്തു, പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയ സമയത്താണ് ഇനീഷ്യലി എത്ത വിഷയം വീണ്ടും ഇതുണ്ടാക്കാൻ വേണ്ടി അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് വീണ്ടും ജോലി എടുക്കേണ്ട അവസ്ഥ ജനങ്ങൾക്ക് വരികയാണ്. അപ്പോൾ ഇത് തരണം ചെയ്യാനാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ രേഖകൾ ഇന്ന് തന്നെ പരിശോധിക്കുക. ആവശ്യം വരുമ്പോൾ ഓടിക്കളിക്കുന്നതല്ല ശരി, ഇപ്പോൾ തന്നെ ഓടി അത് ചേർക്കാനുള്ള രേഖകളുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി നിങ്ങളുടെ പേരിനൊപ്പം ഇനീഷ്യൽ എല്ലാ രേഖകളിലും ഞാൻ മേൽപ്പറഞ്ഞ രേഖകളിലൊക്കെ ചേർക്കാൻ ഇന്ന് തന്നെ ശ്രമിക്കണം എന്നൊരു റിക്വസ്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. ഓക്കെ.